നമസ്കാരം. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ പേരുമാറി ലോക് ഭവൻ ആകുമ്പോൾ ആദ്യ അതിഥിയായി എത്തുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ്. ഡിസംബർ 3 നേവി ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന രാഷ്ട്രപതി തിരുവനന്തപുരത്ത് താമസിക്കുന്നത് ലോക് ഭവനിലായിരിക്കും. ദ്രൗപദി മുർമു താമസിക്കുന്ന ആദ്യ ലോക് ഭവൻ കേരളത്തിലേതാകുന്നതും പ്രത്യേകതയാണ്. രാജ്ഭവന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം നവംബർ 25 പുറത്തിറങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പേരുമാറ്റ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയായിരുന്നു. ആസാം, ബംഗാൾ സംസ്ഥാനങ്ങൾ ഇതിനകം മാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഗവർണർ സ്ഥലത്തില്ലാത്തതിനാൽ ഉത്തരവ് വൈകുകയായിരുന്നു. തിങ്കളാഴ്ച ലോക് ഭവൻ എന്ന പേരിലേക്ക് മാറ്റുന്ന വിജ്ഞാപനം ഇറങ്ങുകയും ചെയ്യും. രാജ്ഭവൻ എന്നാൽ ഭരണാധികാരിയുടെ വസതി എന്ന അർത്ഥമാണ്. ലോക് ഭവൻ എന്നാൽ ജനങ്ങളുടെ വീട്ടുമന്ദിരം. രാജ്യത്തെ എല്ലാ രാജ്ഭവനുകളെയും ലോക് ഭവൻ ആക്കുന്ന ഈ നടപടിയിലൂടെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് പ്രത്യേക അഭിമാനമുണ്ട്. 2024 രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഗവർണർമാരുടെ സമ്മേളനത്തിലാണ് ആർലേക്കർ രാജ്ഭവനുകളുടെ പേര് ലോക് ഭവൻ ആക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകിയത്. രാജ്ഭവനുകളെ കൂടുതൽ ജനകീയമാക്കുകയായിരുന്നു ലക്ഷ്യം. പേരുമാറ്റം ഔദ്യോഗികമാക്കാൻ താമസം വന്നെങ്കിലും രാജ്ഭവനെ രാജ്ഭവനാക്കാനുള്ള ശ്രമങ്ങൾ ആർലേക്കർ ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അവിടെ സാംസ്കാരിക സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് രാജ്ഭവനിലേക്കുള്ള പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരുന്നു. തിരുവിതാംകൂറിലെത്തുന്ന വിദേശ അതിഥികൾക്ക് താമസിക്കാനായി രാജകുടുംബം 1929 പണി കഴിപ്പിച്ചതാണ് നിലവിലെ രാജ്ഭവൻ കെട്ടിടം. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഇത് തിരുവിതാംകൂർ സൈന്യത്തിന്റെ വാർ റൂമായും ജനറലിന്റെ ഔദ്യോഗിക വസതിയായും ഉപയോഗിച്ചു. യുദ്ധാന്തര കാലത്ത് കേരള സർവകലാശാലയിൽ പഠിക്കാനെത്തുന്ന വിദേശ അധ്യാപകരുടെ അതിഥി മന്ദിരമായും തുടർന്നു. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇത് ഗവർണറുടെ ഔദ്യോഗിക വസതിയായി മാറി. ഏറ്റവും പഴയ കെട്ടിടത്തിന് അതിഥികളെയും ഓഫീസുകളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ലാതെ ഇരുന്നതിനാൽ പിന്നീട് വിപുലീകരണങ്ങളും കൂട്ടിച്ചേർക്കലുകളും നടന്നു. കേരള പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച പ്രധാന കെട്ടിടത്തിന് ഉയർന്ന മേൽത്തട്ടുകളും വിശാലമായ മുറികളും വലിയ ജനാലകളും വാതിലുകളും വിക്ടോറിയൻ ശൈലിയിലുള്ള ഫിനിഷും പ്രത്യേകതയാണ്. കാറ്റുള്ള ഒരു കുന്നിൻ മുകളിലായതിനാൽ ഇവിടെ സദാ ശാന്തവും തണുപ്പുമുള്ള അന്തരീക്ഷമാണ്. വിശാലമായ പുൽമേടുകളും വെൽവെറ്റ് പോലെ നയനമനോഹരമായ പുൽത്തകിടുകളും വിവിധ ഇനങ്ങളിലുള്ള ആന്തൂര്യങ്ങളും ഓർക്കിഡുകളും നിറഞ്ഞ പച്ചപ്പുള്ള ഗാർഡൻ ഹൗസുകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രധാന പുൽത്തകിടിയുടെ മധ്യഭാഗത്ത് ഗവർണറുടെ ഓഫീസ് മുറിയോട് അഭിമുഖമായി ഒരു സുന്ദരമായ ഒരു ജലധാരയുമുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.